അടുത്തത് നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് എക്സാംസിൽ കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ് അവിടെ തന്നിരിക്കുന്നത്. നമ്മുടെ യൂഷ്വൽ സ്പീഡ് ആൻഡ് യൂഷ്വൽ ടൈമിന്റെ ക്വസ്റ്റൻ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ ഇത് ഓൾറെഡി നേരത്തെ സെഷനിലും ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നേരത്തെ സെഷൻ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ദാറ്റ് ഇത് ഇതിന് മുമ്പും റിപ്പീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അതൊരു കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും അതിന്റെ ഒരു ഫ്രീക്വൻസി എത്രയാണ്, എത്ര വട്ടമാണ് അത് ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള എക്സാംസിൽ എന്നുള്ളത് നിങ്ങൾക്ക് നല്ലപോലെ അറിയാൻ പറ്റും. നമുക്ക് ഇതെങ്ങനെ ചെയ്യാം നോക്കാം. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ന്യൂ ആൻഡ് അവിടുത്തെ യൂഷ്വലിനെ കുറിച്ചുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഇപ്പോഴത്തെ പുതിയതും നേരത്തെ ഉണ്ടായിരുന്നതും. സോ ആദ്യം തന്നെ സ്പീഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കവിടെ ആദ്യം തന്നെ പറയുന്നത് വാക്കിംഗ് അറ്റ് 50% മോർ ദാൻ ഹിസ് യൂഷ്വൽ സ്പീഡ്. സാധാരണ നടക്കുന്നേക്കാളും 50% സ്പീഡ് കൂട്ടി നടക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം. സാധാരണ നടക്കുന്നത് ഇപ്പം 100-ലാണെങ്കിൽ ഇപ്പം നടക്കുന്ന 50% കൂടുന്ന പറയുമ്പോൾ 150-ലാണ് നടക്കുന്നതെന്ന് പറയാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്യുമ്പോൾ റേഷ്യോ എന്ത് വരും? 3/2 എന്ന് വരും. അപ്പൊ സ്പീഡിന്റെ റേഷ്യോ 3/2 ആണെങ്കിൽ നമ്മുടെ ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2/3 ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട്. ഇനി ക്വസ്റ്റിന്റെ റിമൈനിങ്ങിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പൊ അങ്ങനെ നടക്കുന്ന കാരണം എ മാൻ റീച്ചസ് ഹിസ് ഓഫീസ് ആൻഡ് ഹവർ എയർലി. അപ്പൊ ഇങ്ങനെ നടക്കുന്ന കാരണം ആള് ഇപ്പൊ നേരത്തെ ഓഫീസ് എത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട് നേരത്തെ എടുത്തോണ്ടിരുന്ന സമയത്തിന്റെ റേഷ്യോ എന്തായിരുന്നു? 3 ആയിരുന്നു. ഇപ്പൊ എത്ര എടുക്കുന്നുള്ളൂ? 2 എടുക്കുന്നുള്ളൂ. അപ്പം നേരത്തെ എത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സമയം തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവര് 2ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസമാണ് 1. ആക്ച്വലി ആ 1 എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? ആ 1 മണിക്കൂർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ ക്വസ്റ്റിനിൽ ചോദിക്കുന്നത്. ഹൗ ലോങ് ഡസ് ഹി യൂഷ്വലി ടേക്ക് ടു റീച്ച് ദ ഓഫീസ്? സാധാരണ എത്രയാണ് എടുത്തോണ്ടിരുന്നത്? യൂഷ്വൽ ആണ് ചോദിക്കുന്നത്. സാധാരണ എടുത്തോണ്ടിരുന്നതിന്റെ വാല്യൂ അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്ന 1 മണിക്കൂറാണെങ്കിൽ 3 എന്ന് പറയുന്നത് എത്ര മണിക്കൂറായിരിക്കും? 3 മണിക്കൂറായിരിക്കും. സോ ആൻസർ സിമ്പിൾ ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഫോർമുല പോലും എടുക്കാതെ ഒരു റിലേഷൻ യൂസ് ചെയ്യാതെ നമുക്ക് 3 മണിക്കൂർ എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇത് ആക്ച്വലി മൈൻഡിൽ തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. നിങ്ങൾക്കറിയാം ആ ഒരു 150ഉം 100ഉം 3/2 എന്ന് വരും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത് 2/3 എന്ന് വരും. അതിലെ വ്യത്യാസം 1 എന്ന് പറയുന്നത് 1 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ ആ യൂഷ്വലിന്റെ കറസ്പോണ്ടിങ് റേഷ്യോ 3 എന്ന് പറയുന്നത് 3 മണിക്കൂർ ആയിരിക്കും. നിങ്ങൾക്ക് മൈൻഡിൽ തന്നെ ആലോചിച്ച് ആൻസർ എടുക്കാവുന്നതേ ഉള്ളൂ. സോ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മറക്കല്ല. ഇനി വരാനിരിക്കുന്ന സെഷൻസിൽ ഉറപ്പായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് റിപ്പീറ്റ് ആവും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതേ രീതിയിൽ വേറെ ഫോർമുലാസിലേക്കോ നമ്മൾ സാധാരണ ടൈം ഡിസ്റ്റൻസ് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതിനെ ഫുൾ റിലേഷൻ എഴുതി ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുന്നത്, അതിലേക്കോ ഒന്നും തന്നെ പോകാതിരിക്കുക.